ഹായ്, ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാമേ. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളിങ്ങനെ കട്ട് ചെയ്യാതെ ഇങ്ങനെ തട്ടി പോയി അവസാനം പോയി കാണാൻ നോക്കരുത്. എന്താന്ന് ചോദിച്ചാൽ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ടാണ്. നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. ഞാനിങ്ങനെ ജോത്സവപരമായ വീഡിയോ നിർത്തുവാന്ന് പറഞ്ഞപ്പോഴും എല്ലാവരും ഒരു പരാതി പോലെ വന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പുള്ളീനെയാണ് ഒരുപാട് ചീത്ത പറഞ്ഞവരുമുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ വരെ കയറി ചീത്ത പറഞ്ഞു. ചേച്ചി നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്, ഞങ്ങൾക്കാർക്കും പൈസ മുടക്കി ഒരിടത്തും പോയി ആരെയും കാണണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ എന്തോരം ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാം തുറക്കാൻ മേലാത്തതുപോലെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, മദ്യപാനം നിർത്താനായിട്ടുള്ളൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. അത് ചോദിച്ച് ആയിരക്കണക്കിന് ആൾക്കാരാണ് വന്ന് ചോദിച്ചേക്കുന്നത്, ചേച്ചി ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്നും ചോദിച്ചോണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോണത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളാരും വീഡിയോ പകുതി കണ്ടിട്ട് വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ നിൽക്കരുത് കേട്ടോ. ചോദിക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ലെന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും ഞാൻ പറയുവാണ്, നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കാണണം. എന്നിട്ട് വേണം, നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വേണം ഈ കാര്യം ചെയ്യാനായിട്ട്. പക്ഷേ ദോഷമുള്ള ഒരു കാര്യമല്ല കേട്ടോ ഇത്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഹൈ റേഞ്ചിലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഹൈ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കരിക്കുമേടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ മേടയിലോട്ട് അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു 37-38 വർഷം മുമ്പുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് മുഴുവൻ ആൾക്കാരും കഞ്ചാവ് കൃഷി ഇല്ലാത്ത ഒരു മനുഷ്യർ പോലും അവിടെ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഈ കഞ്ചാവ് കൃഷിയും വാറ്റുമായിരുന്നു അവിടുത്തെ മെയിൻ തൊഴിൽ. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനോ എൻ്റെ ആങ്ങളമാരോ ഒന്നും ഈ സാധനങ്ങൾ കഴിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെയല്ല കേട്ടോ, ഞങ്ങളുടെ ആ ഏരിയയിൽ കുറേ കുടുംബക്കാരുണ്ട് കേട്ടോ, ഞങ്ങളെ പോണക്കുള്ളവർ. ഇങ്ങനെയുള്ള മദ്യം കഴിക്കുകയോ പുക വലിക്കുകയോ ഒന്നും ചെയ്യാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പക്ഷേ ഈ മേട്ടയിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു 100 കുടുംബക്കാരെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു 97 കുടുംബക്കാരും ഈ വാറ്റുന്നവരും കഞ്ചാവ് കൃഷിയുള്ളവരുമാണ്. ഇതൊക്കെ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ അവർക്കും മനസ്സിലാകും. ഞാൻ ആരുടെ അതുകൊണ്ട് പേരൊന്നും പറയുന്നില്ല, ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്ന് അവർക്കും അറിയാൻ പറ്റും. അതുകൊണ്ട് അവർക്ക് ആർക്കും എന്നോട് പിണക്കോ പരിപ്പോ ഒന്നും ഉണ്ടാകത്തില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർക്കെല്ലാം എന്നെ അറിയാം, ഞാൻ ഈ പറയുന്നത് കള്ളത്തരം വന്ന് കറക്റ്റായിട്ട് ഓരോന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാതിരിക്കത്തില്ല. അല്ലേ എന്നെ വിളിച്ചാണേലും പറയടോ താനത് പറഞ്ഞത് മോശമായി പോയി, അല്ലെ കൊച്ചേ താനെന്തിനാ അത് പറഞ്ഞെന്ന് ചോദിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായ കാര്യങ്ങളാണ്. ഞാൻ അതുകൊണ്ട് ആരുടെയും പേരോ വീട്ടുപേരോ ഒന്നും പറയുന്നില്ല. അപ്പോൾ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് അവരുടെ പേരൊന്ന് മാറ്റി പറയുന്നതിന് നിങ്ങൾ ആരും പരിഭവം വിചാരിക്കരുത്. ഞാനിപ്പം തൽക്കാലത്തേന് അവരുടെ പേര് പുഷ്പ എന്നാണ് പറയുന്നത്. ആ പുഷ്പ ചേച്ചിയാണ് അവിടെ ഏറ്റവും കൂടുതൽ വാറ്റ് നടത്തിക്കൊണ്ടിരുന്ന ഒരു പുള്ളിക്കാരി. അവിടുന്ന് ഏതെല്ലാം സ്ഥലത്തും നന്നറിയാം പുള്ളിക്കാരിയുടെ ഈ വാറ്റ് ചാരായം കഴിക്കാൻ വരുന്നവർ. എന്ന് വെച്ചിട്ട് ഈ ചാരായം അടിച്ചിട്ട് അവിടെ കിടന്ന് പ്രശ്നമായി, പരസ്പരം അടിയായി, പിടിയായി, കത്തിക്കുത്തായി, ഇല്ലാത്ത ബഹളങ്ങളൊന്നുമില്ല. കാരണം ഇവരുടെ വാറ്റിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. മറ്റുള്ള ആൾക്കാരൊക്കെ വാറ്റുമെങ്കിലും ഇവരുടെ ഈ വാറ്റ് ചാരായത്തിന് ഇച്ചിരി കൂടെ ഒരു എഫക്റ്റ് കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഈ വാറ്റാത്ത വീടുകളും ഉണ്ട്. ഈ കിട്ടുന്ന കാശ് ഈ വീട്ടുകാരൻ എന്ത് ചെയ്യും, ഉള്ളത് വാറ്റ് ചെയ്ത് കുടിച്ചിട്ട് എന്നിട്ട് വീട്ടിൽ അലമ്പും വഴക്കും പ്രശ്നവും, ഒരു നേരത്തെ റേഷൻ പോലും മേടിച്ചുകൊണ്ട് കൊടുക്കത്തില്ല. അപ്പം ഞങ്ങളുടെ അടുത്തൊരു പള്ളിയുണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പള്ളി അമ്പലം എല്ലാം ഒരുപോണൊക്കെ. ഞങ്ങൾ ഈ പള്ളിയായിട്ടൊക്കെ അടുത്ത് നിൽക്കുന്നവരാണ്. ഞങ്ങൾ ഈ പള്ളിയിൽ പോവുകയോ അച്ഛനുമായിട്ടും ഒക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ്. ഈ അച്ഛനും അതുപോലെ തന്നെയാണ്. അച്ഛനും ജാതി മതഭേദമന്യേ എല്ലാവരുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു അച്ഛനാണ്. ഈ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 23 വർഷമായി. ഇപ്പോഴും ഈ അച്ഛൻ്റെ പേര് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കറിയാം, ഇതുപോലെ ഒരു അച്ഛനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ നാട്ടുകാരും കണ്ടിട്ടില്ല. ഈ അച്ഛൻ ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ പള്ളിയിൽ ഇരുന്നിട്ടുണ്ടോ ആ പള്ളിയിലെല്ലാം അച്ഛന് നല്ല പേരായിരുന്നു. നല്ലൊരു മനുഷ്യൻ നമുക്ക് പറയാം. അതായത് കർത്താവിൻ്റെ ഏറ്റവും നല്ലൊരു പ്രതിനിധി എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയ്ക്ക് നല്ലൊരു അച്ഛനായിരുന്നു. അപ്പം ഈ അച്ഛൻ്റെ അടുക്ക ചെന്ന് എല്ലാവരും ചെന്ന് പരാതി പറയാം, അച്ഛോ ഈ പുഷ്പ കാരണം നമുക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ മാറ്റുന്ന മറ്റുള്ളവർ കാരണം നമുക്ക് പറ്റത്തില്ല, വീട്ടിലത്തെ കാര്യങ്ങളൊന്നും എൻ്റെ കെട്ടിയോ നോക്കാറില്ല, എന്താ അച്ഛാ ഇതിനൊരു പ്രതിവിധിയെന്ന് ചോദിച്ചിട്ടുണ്ട് അച്ഛൻ്റെ അടുക്ക ചെന്ന് ഇങ്ങനെ പരാതികൾ പറയും. അപ്പോൾ അച്ഛൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര മനപ്രയാസം. അച്ഛൻ നല്ലൊരു മനുഷ്യനാണ്. നമ്മൾ പറയില്ലേ കടമറ്റത്ത് കത്തനാരാണ് ഈ സാധനങ്ങൾ, അതായത് കൊണ്ടും കൂടോത്തോളം എല്ലാം കൊണ്ടൊന്നും തകർത്തതും നമ്മുടെ കടമറ്റത്ത് അച്ഛനാരാന്ന് പറയില്ല. ഈ അച്ഛൻ പട്ടം പഠിക്കുമ്പം ഒരു പട്ടം, അതായത് ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അച്ഛന്മാർ പഠിക്കുന്നതെന്നാണ് ധാരണ. പക്ഷേ അച്ഛനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയാമായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ സമാധാനപ്പെടും, നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ഈ അച്ഛനുണ്ടല്ലോ
ഈ ഞായറാഴ്ച പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും അല്ലാത്തുള്ള ഇടദിവസം അച്ഛന് സമയം അനുസരിച്ചും ഈ അച്ഛൻ എല്ലാ വീടുകളും സന്ദർശിക്കും. അതായത് ക്രിസ്ത്യൻ വീട് മാത്രമല്ല, അച്ഛന് ജാതി മതവും ഒന്നുമില്ല. അച്ഛൻ എല്ലാ വീടുകളിൽ കൂടെ കയറുകയും അവരോട് കുശലാന്വേഷണം ചോദിക്കുകയും അവരുടെ വിഷമങ്ങൾ കേട്ടറിഞ്ഞ് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു അച്ഛനായിരുന്നു കേട്ടോ. അപ്പം അച്ഛൻ്റെ അടുക്കൽ ഈ പരാതി പറഞ്ഞ് കൊടുത്തത് കൊണ്ട് അച്ഛൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കും. ഒരു കാര്യം നമ്മൾ അങ്ങ് ചെന്ന് പറയുമ്പോഴേ അച്ഛനത് ചെയ്യാം എന്നൊന്നും അച്ഛൻ പറയത്തില്ല. നോക്കട്ടെ, നമുക്കത് വശം പോലെയൊക്കെ ചെയ്യാം എന്ന് അച്ഛൻ അങ്ങ് പറഞ്ഞു വിടും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അച്ഛൻ യാദൃശ്യമായിട്ട് ഈ പുഷ്പ എന്ന് പറയുന്ന പുള്ളിക്കാരനെ വഴിയിൽ വെച്ച് കാണാനായിട്ട് ഇടയിൽ. അപ്പം ചോദിച്ചു, പുഷ്പ ഇത് എങ്ങോട്ട് പോയതാന്ന് ചോദിച്ചു. ഉടനെ പുള്ളിക്കാർ പറഞ്ഞു, അച്ചോ കന്നുകാലിയും പന്നിയൊക്കെ നമുക്ക് ഒരുപാടുണ്ടല്ലോ, ആ വറ്റകൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഉപ്പിട്ട് കൊടുത്തെങ്കിലേ വെള്ളം കുടിക്കത്തുള്ളൂ, ചുമ്മാ വെച്ച് കൊടുത്താൽ കുടിക്കത്തില്ല, ഞാൻ കുറച്ച് ഉപ്പ് മേടിക്കാൻ പോയതാ അച്ചോ എന്ന് പറഞ്ഞു. അതെയോ പുഷ്പയാ, എന്നാൽ ശരി ആയിക്കോട്ടെ പുഷ്പ എന്നും പറഞ്ഞ് അച്ഛൻ അങ്ങനെ കണ്ടുവച്ചിട്ട് അവരെയും കണ്ടു. അവരും പോയി. അച്ഛൻ തിരിച്ച് പള്ളിയിലോട്ടും പോയി. പുള്ളിക്കാരി ചെന്ന് വീട്ടിൽ ചെന്ന് ഈ സഞ്ചി തുറന്ന് നോക്കുമ്പോൾ എന്താ ഉപ്പാ. ഉടനെ ഇങ്ങനെ കുറേ പ്രാവശ്യം ഇതന്നെ ഇനിയും കടക്കാരിനെയും ഉപ്പ് ഇനിയും മാറി തന്നതാണോ എന്ന് വിചാരിച്ച് പുള്ളിക്കാരി കടയല്ലേ ഈ ഉപ്പും ആയിട്ടങ്ങ് ചെന്നു. കടയിൽ ചെന്നു. കടക്കാരനോട് പറഞ്ഞു, നിങ്ങളോട് ഞാൻ ശർക്കരയല്ലേ ചോദിച്ചത്, നിങ്ങൾ എന്താ ഉപ്പ് തന്നേന്ന് ചോദിച്ചു. ഉടനെ എന്നും പറഞ്ഞ് കടക്കാരൻ്റെ കയ്യിലോട്ട് സഞ്ചിയും ഇങ്ങോട്ട് കൊടുത്തു. ഉടനെ കടക്കാരൻ നോക്കി, ഇതെന്താ ചേച്ചി പറയുന്നത്, ഇത് ശർക്കരയാ, ഉപ്പല്ല, നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചേ. ഉടനെ പറഞ്ഞു, അല്ലെന്നേ ഞാനിത് വീട്ടിൽ ചെന്ന് തുറക്കുമ്പോൾ ഇത് ഉപ്പാന്ന് പറഞ്ഞു. ഉടനെ വീണ്ടും ഇത് എന്നാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഞാനിത് മാറി തരാം, നിങ്ങളുടെ കാങ്ക തന്നെ തരാമെന്നും പറഞ്ഞുകൊണ്ട് ഇത് തിരിച്ചിട്ടിട്ട് വേറെ ശർക്കര എടുത്ത് കൊടുത്തു വിട്ടു. പുള്ളിക്കാരി അതുകൊണ്ട് വീട്ടിൽ വന്ന് ഇത് തുറക്കുമ്പം വീണ്ടും ഉപ്പ്. ഉടനെ വീണ്ടും പുള്ളിക്കാരി ഇങ്ങനെ കടയിലോട്ട് ഇങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ രണ്ടുപേരെ കണ്ടു കഴിയുമ്പോൾ, ചേച്ചി ഇരിപ്പുണ്ടോ, സാധനം ഇരിപ്പുണ്ടോ? അന്നേരം പറഞ്ഞു, ഇല്ല എനിക്കിപ്പോൾ 3-4 ദിവസമായിട്ട് മാറ്റാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഉടനെ അവർ ചോദിച്ചു, എന്താ കാര്യം, അങ്ങനെ പറയേണ്ട കാര്യമില്ല, ചേച്ചി ഇങ്ങനെ സഞ്ചി കാണിച്ച് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അവർ നോക്കുമ്പോൾ ശർക്കരയാണ്. അപ്പം പറഞ്ഞു, ചേച്ചി എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ട്. ഉടനെ പുള്ളിക്കാരി ഇതിങ്ങനെ ഓർത്തിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ അച്ഛനോട് ശർക്കര ഉപ്പാന്ന് പറഞ്ഞു. അത് വേറെ ഒന്നുമല്ല, കാരണം ഇത് അച്ഛൻ്റെ ഒരു പൊടി വിദ്യയാന്ന് പറഞ്ഞു. എന്ന് വെച്ചിട്ട് ഈ പുള്ളിക്കാരി പള്ളിമേടെ ചെന്ന് അച്ഛനോട് ക്ഷമയൊക്കെ പറഞ്ഞു. ഉടനെ അച്ഛൻ കുറേ ഗുണദോഷിച്ചു. പുഷ്പയെ, നിന്റെ വീട് നന്നാക്കാൻ വേണ്ടിയിട്ട് നീ എത്രയോ വീടാ നശിപ്പിക്കുന്നത്, അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ നിർത്ത്, നിങ്ങൾക്ക് സ്ഥലമുണ്ട്, കൃഷി ചെയ്ത് ജീവിക്കുക, പന്നി പശു ആടൊക്കെ ഇല്ലേന്ന് വെച്ചു. പുള്ളിക്കാരിക്ക് ആ തെറ്റ് മനസ്സിലായി. ഇപ്പോഴും പുള്ളിക്കാരിയുണ്ട്. ഞാനൊരു 2-3 വർഷം മുമ്പ് അവിടെ ഹൈറേഞ്ചിൽ പോയപ്പം പുള്ളിക്കാരിനെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ മക്കളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. പുള്ളിക്കാരി അതോടുകൂടി ആ പരിപാടി നിർത്തി. അതുപോലെ തന്നെ ഈ മദ്യം കുടിച്ച് വഴക്കുണ്ടാക്കുന്നവരുടെ ഒരുപാട് പരാതി അച്ഛൻ്റെ അടുക്ക ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ ആ വീട്ടമ്മമാരോടൊക്കെ പറഞ്ഞു കൊടുത്തിയ ഒരു ഐഡിയയാണ് ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേ മാത്രം ചെയ്താൽ മതി. ഞങ്ങളുടെ വീട്ടിലാരും ചെയ്ത് നോക്കിയിട്ടില്ല, പരീക്ഷിച്ചിട്ടില്ല. കാരണം എൻ്റെ വീട്ടിലാരും ഇതൊന്നും കഴിക്കത്തില്ല. അതിൻ്റെ പേരിൽ എന്താന്ന് ചോദിച്ചാൽ വേറെ കാര്യം ഒന്നും അല്ലെന്നേ. മദ്യം കഴിച്ചിട്ട് ഇവർ വന്നു കിടന്ന അബോധാവസ്ഥയിൽ വന്നു കിടക്കും, അല്ലെങ്കിൽ വീട്ടിൽ വന്നിരുന്ന് മദ്യം കഴിക്കുന്നവരുണ്ടാകും ഇല്ലേ. അപ്പം എന്ത് ചെയ്യണം, എന്തെങ്കിലും പറഞ്ഞ് അവരെ ഒന്ന് ഈ മദ്യം കഴിക്കുന്നിടത്തുനിന്ന് പുറത്തോട്ട് വിളിക്കുവോ, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ അവിടെ നിന്ന് മാറ്റുവോ. അല്ലെ മദ്യം കഴിച്ചിട്ടുണ്ടല്ലോ, അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ മദ്യപാനികൾ മദ്യം കഴിച്ച് ശരിക്കും കിടന്നങ്ങോട്ട് ഉറങ്ങൂല. അവർക്ക് അന്നേരം നല്ല വെളിവും ഒന്നും കാണത്തില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയട്ടെ. ഈ അച്ഛൻ പറഞ്ഞു കൊടുത്തിയ ഒരു വിദ്യയാണിത്. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വലത്ത് കൈയുടെ ഇതേണ്ട ഈ മോതിര വിരലുണ്ടല്ലോ, ഈ മോതിര വിരലിൻ്റെ നഖം ഇങ്ങനെ കടിച്ച് ചെറിയ ചെറിയ പൊടി കഷ്ണങ്ങളാക്കി എടുക്കുക. അതുപോലെ ഇത് ഇടത്ത് വിരലിൻ്റെ ചൂണ്ട വിരലിൻ്റെ ഈ നഖം ഇങ്ങനെ കടിച്ച് പൊടിയായിട്ട് എടുക്കുക. ഇത് പൊതിഞ്ഞൊരു പേപ്പറിൽ മാറ്റി വെക്കുക. നമ്മുടെ ഇപ്പോഴത്തെ പൊടിയുപ്പ് എടുക്കരുത്. ഇന്ദുപ്പില്ലേ, ഇന്ദുപ്പ് ഇപ്പം പൊടി കിട്ടാനുമുണ്ട്, നോർമലി കല്ല് കിട്ടാനുമുണ്ട്. അതിൻ്റെ അകത്ത് പൊടി മേടിക്കണ്ട കേട്ടോ. നമ്മൾ ഇന്ദുപ്പ് കല്ലായിട്ട് ചെന്ന് മേടിച്ചുകൊണ്ട് വന്ന് അരകല്ലിൽ മിക്സിയിൽ പൊടിക്കരുത്. അരകല്ലിൽ അന്ന് ചെയ്ത കാര്യം തന്നെയാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. അരകല്ലിൽ പൊടിച്ച് പൊടിയായിട്ട് എടുക്കുക. എന്ന് വെച്ചിട്ട് ഈ നഖം വലിയ കഷണമാകരുത്, ചെറിയ പൊടി കഷണമായിരിക്കണം. നമ്മൾ ഈ കടിച്ചെടുക്കുന്ന ഈ നഖം വലിയ പാള പോലെ നീണ്ട നഖം അങ്ങോട്ട് കടിച്ചെടുത്തിട്ട് അതേപടി ഇടരുത്. ചെറിയ ചെറിയ പൊടി കഷ്ണങ്ങളായിട്ട് ഇത് കടിച്ച് നമ്മൾ എടുക്കുക. എന്ന് വെച്ചിട്ട് ഈ ഉന്തുപ്പുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതങ്ങ് മാറ്റി വയ്ക്കുക. അതിന് മുമ്പ് ഞാൻ മൊത്തം പറയട്ടെ. ഈ നഖം നമ്മുടെ സ്വന്തമല്ല കടിച്ചെടുക്കേണ്ടത്. ആരാണോ മദ്യം കഴിക്കുന്നത് അവരുടെ നഖം തന്നെ ആയിരിക്കണം കേട്ടോ കടിച്ചെടുക്കേണ്ടത്. അവർ കിടന്നുറങ്ങുമ്പം അവരറിയാതെ അവരുടെ വിരളയിൽ ഇങ്ങനെ പിടിച്ചിട്ട്
ഇങ്ങനെ പൊടി പൊടിയായിട്ട് കടിച്ചെടുക്കുക. അവരറിയരുത്. ഇതെന്നിട്ട് ഞാൻ ഈ പറഞ്ഞതുപോണൊക്കെ പൊതിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഇവർ മത്തിയൊക്കെ വീട്ടിൽ വന്നിരുന്ന് കഴിക്കുമല്ലോ. അപ്പം ഇവർ കഴിക്കാനായിട്ട് എടുത്തൊക്കെ വെച്ച് കഴിയുമ്പോൾ എന്തേലും ഒരു നിസ്സാര കാര്യമോ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നമ്മളൊന്ന് പുറത്തോട്ട് വിളിച്ചിറക്കുക വലിയ സ്നേഹമായിട്ട്. അപ്പം എന്തെങ്കിലും ഒരു 2 മിനിറ്റ് അവരവിടെ ആ വിളിച്ചിറക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന തക്കം നോക്കി നമ്മൾ ഈ പൊതി ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കുന്നതിലുണ്ടല്ലോ, പൊതിഞ്ഞ് ഇത് കുറഞ്ഞത് 7 ദിവസമെങ്കിലും നമ്മൾ കൊടുക്കണം. ഇവർ കഴിക്കാൻ എടുത്ത് വെച്ചേക്കുന്ന മദ്യത്തിൻ്റെ അകത്തോട്ടിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുത്തേക്കണം. ഉറപ്പായിട്ടും ഇവർ മദ്യപാനം നിർത്തിയിരിക്കും, ഉറപ്പാണ്. ഇത് ശരീരത്തിന് ഒരു ദോഷവും ഇല്ലെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ എന്തോരം നമ്മൾ തന്നെ നമ്മുടെ നാം കടിച്ച് ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ നാം കടിച്ച് നമ്മളെന്തെങ്കിലും ആലോചിച്ചിരിക്കുമ്പോൾ നാം കടിച്ച് നമ്മുടെ വയറ്റിൽ എന്തോരം നാം പോയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ശരീരത്തിന് ഒരു ദോഷവും. ഇപ്പോഴും നമ്മൾ കുഞ്ഞു പിള്ളേരുണ്ടാകുമ്പോഴൊക്കെ പിള്ളേരുടെ നഖമൊക്കെ നമ്മൾ കടിച്ചൊക്കെ കളയാറില്ല. ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ ആ ഒരു ടിപ്പ് കേട്ടോ. ഇതെന്നോട് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഇഷ്ടം പോലെ ആൾക്കാർ എന്നോട് പറഞ്ഞായിരുന്നു, ചേച്ചി അതൊന്ന് പറഞ്ഞു തരണം. കഴിഞ്ഞ ദിവസം ഒരു പുള്ളിക്കാരി എന്നോട് ഇത് പറഞ്ഞപ്പോഴും ഞാനിത് ടിപ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അവരോട് ഞാൻ ഈ ഇന്ദുപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ദുപ്പ് കൂടെ ചേർത്ത് വേണം നിങ്ങളിത് കാര്യം ചെയ്യാൻ. അവരുടെ മറ്റ് പ്രശ്നങ്ങളൊക്കെ കേട്ടോണ്ടിരുന്ന കൂട്ടത്തിൽ ഞാൻ ഈ ഇന്ദുപ്പിൻ്റെ കാര്യം പറയാൻ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇന്ദുപ്പ് വേണം, അത് ഉറപ്പാണ് കേട്ടോ. പിന്നെ ഇതിനോടൊപ്പം നിങ്ങളോട് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. ഒരുപാട് പേർക്ക് പുകവലി ശീലമുള്ളവരുണ്ട്. ആ പുകവലി മാറാനായിട്ടുള്ള ഒരു ടിപ്പും ഈ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.